എൻ്റെ പേര് ഗിരിജ കൈമൾ. ഞാൻ തൃശ്ശൂർ ജില്ലയിൽ ചാലക്കുടിയിൽ അപ്പാർട്ട്മെൻറ്റിലാണ് താമസിക്കുന്നത്. ഞാനിങ്ങനെ നൂലുകൊണ്ടുള്ള പടങ്ങളൊക്കെ ചെയ്യും. സമയം കിട്ടുമ്പോഴൊക്കെ ഓരോന്ന് ചെയ്ത് അങ്ങനെ കുറച്ച് പടങ്ങളൊക്കെ ആയി. സാധാരണ മെഷീനിലാണ് ഞാൻ തയ്ക്കുന്നതല്ല. ഗിരിജപടം ഞാനിവിടെ വന്നപ്പോഴേ കുറെ അധികം പടങ്ങൾ ഇങ്ങനെ കണ്ടിരുന്നു. എത്ര വർഷമായിട്ടുണ്ട് ചെയ്ത് തുടങ്ങിയിട്ട്? ഇപ്പൊ ഇതൊരു 14 വർഷമായിട്ടുണ്ട്. 14 വർഷമായിട്ടുണ്ട്. ഇതിപ്പോ സെയിലിന് വേണ്ടിട്ടാണോ അതോ ഒരു സ്വന്തം? സെയിലും ആൾക്കാർ ഓർഡർ തന്നിട്ട് ഞാൻ ചെയ്തു കൊടുക്കാറുണ്ട്. അങ്ങനെയും ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ഒരു 14 വർഷം നമ്മൾ എത്ര ചെയ്തിട്ടുണ്ടാവും? 35 പടം ചെയ്തിട്ടുണ്ടാവും. ഇപ്പോ ഇതിലാണല്ലേ, ഈ ഒരു മെഷീനിലാണ് നമ്മൾ ഇതൊക്കെ തയ്ക്കുന്നത് അല്ലേ? എല്ലാം ഇതിൽ തന്നെയാണ് തയ്ക്കുന്നത്. സാധാരണ മെഷീൻ അല്ലേ? സാധാരണ മെഷീൻ. നമ്മള് ബ്ലൗസ് ഷർട്ടൊക്കെ തയ്ക്കുന്ന മെഷീൻ തന്നെ. ഈ ഒരു മെഷീനിൽ ഇങ്ങനെ ചെയ്യാൻ സാധിക്കും. ഇതൊക്കെ ഈ പടങ്ങളെല്ലാം ചെയ്തിരിക്കണ ഈ മെഷീനിൽ തന്നെയാണ്. ചില്ലറക്കാരനല്ല. അല്ല, എല്ലാവരും വിചാരിക്കും ഇത് വല്ല കമ്പ്യൂട്ടർ മെഷീനിലാണോ എന്നൊക്കെ ചോദിക്കും എൻ്റെ അടുത്ത്. സാധാരണ മെഷീനിൽ തന്നെ ചെയ്യണത്. ഇതിപ്പോ നമ്മുടെ സായിബാബയുടെ ശ്രുതി സായിബാബ തുടങ്ങുന്നുള്ളൂ. ഇതിനെ കുറിച്ചൊന്ന് പറയാമോ? ഇത് പരമഹംസ യോഗാനന്ദ. എൻ്റെ മകന് വളരെ ഇഷ്ടപ്പെട്ട ഒരു സ്വാമിജിയാണത്. എൻ്റെ മകന് വേണ്ടിയിട്ട് ഞാനിത് ഈ പടം തയ്ച്ചു. ഇത് ഞാൻ വരച്ചത്. ഇതൊരു 15-20 ദിവസമൊക്കെ പിടിച്ചു ചെയ്യാൻ. എല്ലാം നൂല് തന്നെ, എല്ലാം ഫുള്ള് നൂലാണ്. നൂലുകൾ പലതരം വേണം. ശരിക്ക് ഫേസിന് ഒരു 5 കളർ നൂലൊക്കെ വേണം ശരിക്ക്. പക്ഷെ ഇപ്പം നൂലിൻ്റെ ഇത് അങ്ങനെ അത്രയ്ക്ക് കിട്ടണില്ല നൂല്. അപ്പം ഉള്ളത് വെച്ചിട്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യണം. ശരിക്കും ആ നമ്പർ പ്രകാരമുള്ള നൂലുകൾ കിട്ടിയാൽ ഇനിയും നന്നായിട്ട് ചെയ്യാൻ പറ്റും. പ്രധാനമന്ത്രി മോദിജി എന്ന് തയ്ക്കണം തോന്നി പെട്ടെന്ന്. ഇപ്പൊ ഇത് ലാസ്റ്റ് മന്ത് തയ്ച്ചതാണ്. 10 ദിവസം കൊണ്ട് തയ്ച്ചു തീർത്തു ഞാനിത്. കണ്ടിട്ടുണ്ടോ? അതെ അതെ. ഫുള്ള് നൂലാണ്, എല്ലാം നൂലാണ്. നൂല് മാത്രമാണ്, നൂല് മാത്രം, വേറെ ഒന്നും ഉപയോഗിക്കില്ല, ഒന്നുമില്ല. ബാക്ക്ഗ്രൗണ്ട് മാത്രം പെയിന്റ് ചെയ്യും വെള്ള തുണിയൊക്കെ ആവുമ്പോ. ചിലതില് അതും നൂലുകൊണ്ട് തന്നെ ചെയ്യുന്നേ. ഇത് താജ്മഹല്. താജ്മഹലില് ഒരു പടം താജ്മഹലിന്റെ കിട്ടിയ ഉടനെ ഒന്ന് ചെയ്ത് നോക്കിയതാണത്. ഇതൊരു 15 ദിവസമൊക്കെ വേണ്ടി വന്നു. ഓരോ ബ്രിക്സ് ഒക്കെ തയ്ക്കണ്ടേ, കുറച്ച് വർക്കുണ്ട് അതില്. ഇതെൻ്റെ അമ്മയുടെ പടമാണ്. അമ്മ ഇപ്പൊ ഇല്ല. ഇത് ഞാനൊരു 13 വർഷം മുമ്പ് തയ്ച്ചതാണ്. 13 വർഷം? അതെ. 13 മേലെയായിട്ടുണ്ടോന്നറിയില്ല. അമ്മ ഒരു 75 വയസ്സുണ്ടാവും. ജയലളിത എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു രാഷ്ട്രീയ നേതാവായിരുന്നു. ജയലളിത എന്തോ അറിയില്ല, ഞാൻ ജയലളിതയോട് വലിയ ഇഷ്ടമായിരുന്നു. ഞാനൊരു പടം തയ്ച്ച് ജയലളിതയ്ക്ക് കൊടുത്തു. ചെന്നൈയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ചെന്നൈയിലായിരുന്നു ഞാൻ. 37 വർഷം ഉണ്ടായിരുന്നു ചെന്നൈയില്. അതന്നെ. ഇത് ഞാൻ പെൻസിൽ ഡ്രോയിങ് ആണ്. ഇടയ്ക്ക് എന്തെങ്കിലും ഒന്ന് വരച്ചു നോക്കും, അത്ര തന്നെ. പെൻസിൽ ഡ്രോയിങ്. ഇതിപ്പോ ഒരു 3-4 വർഷമൊക്കെ ആയിട്ടുള്ളൂ. എനിക്ക് വരയ്ക്കാൻ അറിയാന്നുള്ളത് തന്നെ ഞാൻ പിന്നീട് അറിഞ്ഞത്. അപ്പൊ കുറേശ്ശെ വരച്ചു തുടങ്ങി. മദർ തെരേസ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളായിരുന്നു. അത് പറഞ്ഞ് ഞാൻ മദർ തെരേസയുടെ ഒരു പടം കിട്ടിയ അപ്പം തന്നെ ഞാനത് വരച്ചു തയ്ച്ചു മുഴുവനും. ഫുള്ള് നൂലണിയണത്. അതിൽ 2-3 സ്റ്റിച്ച് ചെയ്തതിൽ ആവശ്യമുള്ളൂ. റണ്ണിങ് സ്റ്റിച്ച്
സാറ്റിൻ സ്റ്റിച്ച്, റൗണ്ട് സ്റ്റിച്ച്, ഇത് മൂന്നും വെച്ചിട്ട് ഞാൻ തയ്ച്ചിരിക്കണത്. ഇത് ഹനുമാൻ, നെഞ്ച് കീറിയിട്ടുള്ള ഹനുമാൻ, അങ്ങനെ ശ്രീരാമനെയും സീതയും കാണിക്കണം. അത് തന്നെയാണ്. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഞാൻ നൂല് തന്നെയാണ് പെയിൻറ് ചെയ്യാണ്ട്, ഇതിൻ്റെ പെയിൻറ് ചെയ്തിട്ടില്ല മാത്രം. ഇത് ദൃഷ്ടി ഗണപതി എന്ന് പറയും, ഇല കൊണ്ടുള്ള ഗണപതി. ഇത് കറുത്ത തുണിയിൽ ഞാൻ പച്ച നൂലൊക്കെ ഇട്ടിട്ട് തയ്ച്ചതാണ്. ഇതുമായി ഒരു 20-22 ദിവസം പിടിച്ചു ഇത് തയ്ച്ച് തീരാൻ. അത് വന്ന് ഞാൻ മ്യൂറൽ പഠിക്കുമ്പോൾ ഒരു പടം കൃഷ്ണൻ്റെയും രാധനയും, ആ പടം ഞാൻ വരച്ചിട്ട് നൂലിൽ ആ ഏതൊക്കെ കളറ് ചേർക്കേണ്ടത് വെച്ചാൽ ആ കളറ് നൂലിൽ ഇട്ടിട്ട് ചെയ്തതാണത്. ഇത് കൃഷ്ണൻ, ഇത് ഞാൻ വരച്ചതാണ്. ഇത് വരച്ചതാണ്, വരച്ചിട്ട് എംബ്രോയിഡറി നൂല് ചെയ്തതാണ്. ഇതും അതങ്ങനെ മാതിരിയാണ്. ഇത് കുതിരയുടെ പടം ചെയ്തതാണ്. ഫുള്ള് ത്രെഡ് തന്നെയാണ്. അത് ഒരു പുലിയുടെ പടം കിട്ടിയത് ചെയ്തതാണ്. എല്ലാം ത്രെഡാണ്. ഇത് ഓടണ കുതിരകൾ ശരിക്കും വീട്ടിലിരുന്നാൽ നല്ലതാന്ന് പറയും. അതുകൊണ്ട് ഓടണ കുതിരകൾ ഞാൻ അധികം തയ്ച്ചിരിക്കണം. കുറച്ച് കുതിരകൾ കൊടുത്തിട്ടുണ്ട് ഓരോരുത്തർ. മറ്റൊരു പടം, അത് ഫുള്ളായിരുന്നു, ഇത് ഹാഫ്. അത് ഓയിൽ പെയിൻ്റാണ്. ചെയ്തു കൊടുക്കാൻ പറ്റും. ഓർഡർ അനുസരിച്ച് സമയം കിട്ടിയാൽ ഞാൻ ചെയ്തു കൊടുക്കാറുണ്ട് അങ്ങനെ ഓർഡർ അനുസരിച്ച്. എനിക്ക് 70 ആയി. നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ കൊടുത്തേക്കാം. ശരി, അപ്പോൾ താല്പര്യമുള്ളവര് വിളിക്കട്ടെ. ശരി, താങ്ക് യു. ഇങ്ങനത്തെ ത്രെഡ് വർക്കുകളൊക്കെ ചെയ്യുന്നവർ വളരെ കുറവാണല്ലോ. മുന്നോട്ട് പോട്ടെ. താങ്ക് യു വെരി മച്ച്. പ്രിയരെ, കടുകുമണിയുടെ വീഡിയോകൾ ഇഷ്ടമായാൽ കൂടെ ഉണ്ടാവുന്നു.